Hi friends, welcome to Hana's Cooking World. ഇപ്പോൾ ചിക്കൻ എഗ് റോളാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഒരു മിക്സിയുടെ ജാർ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്ത ചിക്കനാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ബോയിൽഡ് എഗ്ഗും കൂടി ചേർത്ത് കൊടുക്കുക. ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഗരം മസാലയുടെ പൗഡർ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ പച്ചമുളക് ഞാൻ ഇവിടെ ഒന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു ചിക്കൻ ക്യൂബ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ തൈരും കൂടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് സ്മോൾ പീസായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണം. ചിക്കൻ ക്യൂബിൽ ഉപ്പുണ്ടാവുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ചീസും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഒന്നും കൂടി മിക്സ് ചെയ്ത് എടുക്കുക. കൈ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. 1/2 കപ്പ് മൈദ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ മിക്സാക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. കുറച്ച് ബ്രെഡ് പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മൈദയിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്യാനായ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡായി കഴിഞ്ഞാൽ നമുക്ക് മറ്റേ സൈഡിലേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. Thank you for watching.